നമസ്കാരം. ഇന്ന് രാവിലെ ഫോക്സ് ടി വി ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ പുനലൂർ ഫോക്സ് ടി വി ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ വാർത്ത കാണാനിടയായി. അതിലെ പ്രധാന വാർത്ത ഈ ടിപ്പർ ലോറികളുടെ ചീറിപ്പാച്ചിൽ കേട്ടോ. നമ്മളെ പുനലൂര് തൊട്ട് കോട്ടവാസൽ എന്ന് വെച്ചാൽ നമ്മളെ തിരുമംഗലം ദേശീയപാതയിൽ കോട്ടവാസൽ മുതൽ പുനലൂർ വരെ അതിന്റെ ഇടയ്ക്കുള്ള ഇടുങ്ങിയ റോഡിൽ ഈ ടിപ്പർ ലോറികൾ ഡ്രൈവേഴ്സ് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളെ കുറിച്ചായിരുന്നു അതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എംസാൻഡ് ഉൾപ്പെടെ കയറ്റിയെത്തുന്ന ട്രെയിലർ ലോറികൾ തിരക്കുള്ള കവലകളിലും സ്കൂൾ മേഖലകളിലും ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തി ചീറിപ്പായുകയാണ്. തമിഴ്നാട്ടിലെ കോട്ടവാസൽ മുതൽ പുനലൂർ വരെ ദേശീയപാതയിലെ ഇടുങ്ങിയ ഭാഗത്തുകൂടി മറ്റു വാഹനങ്ങളെ ഒന്നും പരിഗണിക്കാതെയാണ് ഇവയുടെ അപകട ഭീഷണിയിലുള്ള സഞ്ചാരം. ട്രെയിലർ ലോറികൾ മറ്റു വാഹനങ്ങൾക്ക് വശം കൊടുക്കാത്തതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ശബരിമല തീർത്ഥാടകരുടെ ഉൾപ്പെടെ വാഹനങ്ങളാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത്. ട്രെയിലർ ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. ട്രെയിലർ ലോറികൾക്ക് സമയനിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇനിയും അധികൃതർ പരിഗണിച്ചിട്ടില്ല. സ്കൂൾ സമയം ഉൾപ്പെടെ തിരക്കേറിയ സമയത്താണ് അമിതഭാരവുമായി അമിത വേഗതയിൽ ട്രെയിലർ ലോറികൾ തലങ്ങും വിലങ്ങും പായുന്നത്. കിഴക്കൻ മേഖലയിൽ ട്രെയിലർ ലോറികളുടെ വാഹന പരിശോധനയും അധികൃതർ കാര്യക്ഷമമായി നടത്താറില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ. അപ്പൊ ഇതാണ് ആ വാർത്ത. ഈ വാർത്തയിട്ട ചാനലുകാരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഇടുങ്ങിയ റോഡെന്ന് പറഞ്ഞ നാഷണൽ ഹൈവേയാ. 15 ലക്ഷം രൂപ മുടക്കി ഫിനാൻസ് ഇട്ട് വണ്ടി എടുത്തിട്ട് ഇപ്പൊ നഷ്ടത്തിലാണ് എല്ലാ വണ്ടിക്കാരും ഓടുന്നത്. ടിപ്പർ മൊത്തം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പിന്നെ ഈ ഫിനാൻസ് ഒക്കെ അടയ്ക്കണമല്ലോ. സിബിൽ സ്കോർ വിഷയം ഉണ്ടല്ലോ. പിന്നെ ലോണും കിട്ടത്തില്ല, ഒരു ഏനയും കിട്ടത്തില്ല. ആർക്കും കിട്ടത്തില്ല. ഇനി നില ടിപ്പർ എടുത്ത് ആർക്കും കിട്ടത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ വണ്ടി ഓടണം. വണ്ടി പിന്നെ അല്ലാതെ നാഷണൽ ഹൈവേ കൂടെ പോലും പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ വണ്ടി ഇവിടെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഈ വണ്ടി ഇറങ്ങാൻ നേരത്ത് ഗവൺമെന്റ് പറയണം ഇത്ര വീലുള്ള വണ്ടികൾ ഇവിടെ ഓടാൻ പറ്റത്തില്ല, റോഡ് ചെറുതാണ് എന്ന് പറയണം. അല്ലാതെ പെർമിറ്റും തന്ന് ടാക്സും എടുത്തിട്ട് പൈസ മുടക്കി ഇൻഷുറും എല്ലാം എടുത്ത് ഇത്ര ലക്ഷം രൂപ CC ഇട്ട് വണ്ടി എടുത്തിട്ട് ഓടാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചാനലുകാരാ, നീ അവരോട് ആരോടത്താ നീ സംസാരിക്കണ്ടേ? നീ ഗവൺമെന്റ് അടുത്ത് സംസാരിക്കണം. ഇത്രയും വലിയ വണ്ടികൾ ഓടുന്നതല്ലേ. അപ്പൊ ഈ റോഡിന് വീതി കൂട്ടണം. ഈ വണ്ടികൾക്ക് ഓടാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടികൾ ഇറക്കരുത്. തിരിച്ച് ഈ വണ്ടിയെല്ലാം തിരിച്ചു മേടിച്ചിട്ട് ഇതിലെ കണക്കെല്ലാം ക്ലോസ് ചെയ്യും. ആർക്ക് ഫിനാൻസ് അടയ്ക്കണ്ട അന്ന രീതിയിലാക്ക്. പിന്നെ പറയുന്ന ഈ ചാനലുകാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിലറുകളെയും ഈ ടിപ്പർ വലിയ വണ്ടികളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. അപ്പൊ ഈ വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഈ വണ്ടിയുടെ ഡ്രൈവറോ അല്ലെ ഈ വണ്ടിയുടെ ഓണറോ ആണോ ഇതിനൊക്കെ കുറ്റക്കാരൻ? ചുമ്മാതെ ഇവർക്ക് റീച്ചിന് വേണ്ടി ആവശ്യമില്ലാത്ത കുറെ കഥകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി ഇത് ബാക്കിയുള്ളവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാനും ഈ ടിപ്പർ കൊണ്ട് തന്നെ അന്നം മേടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുത്തും. പിന്നെ ഈ നാറി പറയുന്ന അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികൾ എവിടെ അമിതഭാരം കയറ്റി ഒന്നും അറിയത്തില്ല. ചുമ്മാ ഓരോന്ന് പറയാ. നമുക്ക് ക്രഷറിൽ നിന്ന് പാസിംഗ് ലോഡ് മാത്രമേ അലോഡുള്ളൂ. മാത്രമല്ല ഗവൺമെന്റ് അംഗീകൃത പുറമേ ഉള്ള 3 വേ ബ്രിഡ്ജുകളിൽ തൂക്കിയിട്ട് വേണം ഈ വണ്ടി ചെക്ക് പോസ്റ്റ് പാസ്സാവാൻ. ഈ തൂക്കിയ തൂക്കച്ചീട്ടും ബില്ലും പാസും എല്ലാം ചെക്ക് പോസ്റ്റ് കൊടുത്തിട്ടേ നമുക്ക് ഇത് കേരള തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് പാസ്സാവാൻ പറ്റൂ. ഓവർലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ 14 ദിവസം റിമാൻഡില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുക്കത്തില്ല നല്ലത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊന്നും അറിയാതെയാണ് ഈ നാല് ചുമ്മാതെ കിടന്ന് അമിതഭാരം കയറ്റിയ ലോറികൾ ചീറിപ്പാഞ്ഞു. ഏതൊരു ഫീൽഡിലും ഒരു 10% കൊള്ളാത്തതായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ മാധ്യമധർമ്മത്തിൽ ഇവനെ പോലുള്ള ഈ ഫോക്സ് TV ചാനലിനെ പോലെ കുറെ നാരികളും ഉണ്ട്. ഒരു 10% കുറഞ്ഞ ശതമാനം അതേ കണക്ക് തന്നെ എല്ലാ ഫീൽഡിലും ഉണ്ട്. അത് വെച്ച് കണ്ട് ഈ ടിപ്പർ ലോറി അല്ലെ എംസാൻഡ് കൊണ്ടുവരുന്നവരെ എല്ലാം കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ എംസാൻഡ് കൊണ്ടുവന്നതൊന്നും നമുക്ക് തിന്നാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഓരോ ആവശ്യങ്ങളാണ്. വീട് കെട്ടുന്നവർക്ക് എംസാൻഡ് വേണ്ടേ? റോഡ് പണിക്ക് എംസാൻഡ് വേണ്ടേ? ഈ ഗവൺമെന്റ് വർക്ക് നടക്കുന്ന ഹൈവേയുടെ ഇതെല്ലാം എന്തോ ഈ എംസാൻഡ് മെറ്റിലും നമ്മൾ ഇവിടുന്ന് ഈ കൊണ്ടുവന്നത് തന്നെ പലയിടത്തായിട്ട് കൊണ്ടുവന്നത് തന്നെ. ഇതിനെപ്പറ്റി ഈ വണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കൊണ്ടുവന്നതിനെ പറ്റി ഒരു വക തിരക്കാതെ ചുമ്മാതൊരു ന്യൂസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയേക്കുന്ന ഒരു നാറിയാണിത്. അവിടെ തമിഴ്നാട്ടിലൊക്കെ ഓരോ റൂള് പ്രകാരം ഇത്ര ദിവസം ചിലപ്പോൾ വണ്ടി ഓടാൻ സമ്മതിക്കത്തില്ല. ആ ദിവസങ്ങളിൽ ഡ്രൈവർമാർ അവിടെ പെട്ടുപോകും. അവരുടെ ബുദ്ധിമുട്ടാരെങ്കിലും ഈ ചാനലുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തക്കാരോ വന്ന് നോക്കുന്നുണ്ടോ? 10 ദിവസം തമിഴ്നാട്ടിൽ കിടക്കാന്ന് പറയാൻ വീടും കൂടും കാണാതെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റാതാണ് ഓരോ ഡ്രൈവർമാര് ചിലപ്പോൾ ലോഡുമായിട്ട് വരാൻ നേരത്തായിരിക്കും പറയുന്നത് ഇന്ന് പോകാൻ പറ്റത്തില്ല, ബ്ലോക്ക് ആയത് കാരണം ഇന്ന് പോകാൻ പറ്റത്തില്ല. ഈ ന്യൂ ഇയറിന് ഞാനാ കിടന്നല്ലോ 2 ദിവസം. അപ്പൊ നമുക്ക് ഇതിനാരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ട് ഈ ടിപ്പർ ലോറികളുടെ എംസാൻഡ് വണ്ടികളുടെ തലയെ കൊണ്ട് വെക്കുന്ന നാളെ നിനക്ക് മര്യാദ ഉണ്ടെങ്കിൽ നീ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കണം. അല്ലാതെ ഒരു വണ്ടി മറിഞ്ഞു എന്ന് കരുതി അല്ലെങ്കിൽ ഇവ അതിന്റെ തലേന്ന് വണ്ടി മറിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. ഒരു വണ്ടികളാകുമ്പോൾ ആക്സിഡന്റ് പറ്റും. അത് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ഇത് ഇടിക്കണം എന്ന് പറഞ്ഞൊന്നും ആരും ഓടിക്കത്തില്ല. സാഹചര്യങ്ങൾ ചില സമയത്ത് ഉറക്ക ക്ഷീണം കൊണ്ടോ എന്തെങ്കിലും സംഭവിക്കാം.
അതിന് ഈ ആവശ്യമില്ലാത്ത ഒരുപാട് പേര് ഈ വണ്ടിയും കാര്യങ്ങളും കൊണ്ട് അന്നം കഴിച്ചു പോകുന്നയാ. ഒരുപാട് മുതലാളിമാര് പൊട്ടിപ്പൊളിച്ച് നിൽക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവരുടെ വെള്ളം കൂടി മുട്ടിക്കരുത് എന്റെ പൊന്നു സുഹൃത്തെ. ഈ ആവശ്യമില്ലാത്ത വാർത്തകൾ, ഒരുപാട് പേരുടെ ഉപജീവന വാർത്ത ഇല്ലാതാക്കുന്ന ഇതുപോലുള്ള ഉടായ്പ വാർത്തകൾ കൊടുക്കുന്ന ഫോക്സ് ടിവി അല്ല. നമ്മൾ ഈ വണ്ടികളൊക്കെ കൊണ്ട് വണ്ടി ഫീൽഡ് കൊണ്ടൊക്കെയാണല്ലോ കഞ്ഞി കുടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോക്സ് ടിവിക്ക് ഇതേ കണക്കുള്ള ഉടായ്പ വാർത്തകൾ വേണമായിരിക്കും. അപ്പൊ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നുണ്ട്, ഈ വാർത്തകളൊക്കെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.